കണ്ണൂർ സ്ക്വാഡ് സിനിമയിൽ നമ്മുടെ മമ്മൂക്ക പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഫ്ലൈറ്റിൽ പോയിട്ടാണോ നമ്മൾ ഈ കാണാവുന്ന കേസുകളൊക്കെ പിടിച്ചത്? ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, നമ്മുടെ വണ്ടിയും പോലീസാണെന്ന്. നമുക്കിപ്പോൾ മതി. 1990കളുടെ മധ്യത്തിലാണ് ഇന്ത്യൻ വിപണിയിൽ സുമോ MUV പുറത്തിറക്കുന്നത്. 3 വർഷം കൊണ്ട് അന്ന് 1 ലക്ഷം യൂണിറ്റുകളാണ് വിറ്റഴിച്ചത്. അന്നു മുതൽ ഇന്ന് വരെ എല്ലാ മേഖലകളിലും വാഹനം പണിയെടുത്തിട്ടുണ്ട്. പോലീസ്, സർക്കാർ ഓഫീസുകളിലും സുമോ മാത്രമായിരുന്നു. വാഹനം നിർത്തലാക്കിയിട്ട് 4 വർഷം കഴിഞ്ഞുവെങ്കിലും ആളുകൾക്ക് ഇപ്പോഴും സുമോ വളരെ പ്രിയപ്പെട്ടതാണ്. 25 വർഷങ്ങൾക്ക് ശേഷം ടാറ്റ സുമോയുടെ നിർമ്മാണം അവസാനിപ്പിച്ചു. പുതിയ BS4 മലിനീകരണ നിയന്ത്രണ ചട്ടങ്ങൾ നിലവിൽ വന്നതും മറ്റു പല കാരണങ്ങളും കൊണ്ടായിരുന്നു സുമോ നിർത്തിയത്. വീണ്ടും സുമോ എത്തുന്നു എന്ന വാർത്തകൾ വാഹനപ്രേമികളെ ആവേശത്തിലായിട്ടുന്നുണ്ട്. സുമോ എന്ന ഐതിഹാസിക പേര് മറ്റൊരു വാഹനത്തിൽ ടാറ്റ ഉപയോഗിക്കുന്നു. നിലവിൽ സുമോ വീണ്ടും വരുന്നു എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നു. ഇനി നമുക്ക് പുതിയ ടാറ്റ സുമോയുടെ സ്പെസിഫിക്കേഷനുകൾ നോക്കാം. 2956 cc എഞ്ചിനും 182 mm ഗ്രൗണ്ട് ക്ലിയറൻസും 83.83 bhp പവറും 250 Nm ടോർക്കും മാനുവൽ ട്രാൻസ്മിഷനും ഫ്രണ്ട് വീൽ ഡ്രൈവും റിയർ വീൽ ഡ്രൈവുമായിട്ടാണ് പുതിയ ടാറ്റ സുമോ ഇറങ്ങുന്നത്. സുമോയുടെ 4x4 ബേസ് മോഡലിന് പ്രതീക്ഷിക്കുന്ന വില 5.81 ലക്ഷം രൂപയാണ്. ടോപ്പ് എൻഡ് മോഡലുകളിൽ കമ്പനി പറയുന്ന സ്പെസിഫിക്കേഷനുകൾ: ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, പിന്നിലെ AC വെന്റുകൾ, റിയർ സീറ്റ് ആംറസ്റ്റ്, ട്രബിൾ ഫോൾഡ് സീറ്റുകൾ എന്നിവയാണ്. 2025 പുറത്തിറങ്ങാൻ പോകുന്ന ടാറ്റ സുമോ ആണ് ഇതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഫേക്ക് ന്യൂസ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരിക്കലും ടാറ്റയുടെ വാഹനമല്ല. അപ്പോൾ ഇത് നോർത്ത് ഇന്ത്യയിലുള്ള കുറേ ഓട്ടോമൊബൈൽ ഗ്രൂപ്പുകളാണ് ഈ ഒരു പടം ഇത്തരത്തിൽ ടാറ്റയുടെ ലോഗോ വെച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ടാറ്റയല്ല, സത്യം പറഞ്ഞാൽ ചൈനീസ് ഓട്ടോമൊബൈൽ മാനുഫാക്ചററായ ഒരു കമ്പനിയാണ് ഈ വാഹനം പുറത്തിറക്കിയിരിക്കുന്നത്. പേര് കേട്ട് നിങ്ങൾ അതിശയിക്കേണ്ട, നമ്മുടെ BYDയുടെ ഒരു സബ്സിഡറി കമ്പനിയാണ് ഈ കമ്പനി. 2020